വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പെറ്റൂണിയ ചെടികളെ കുറിച്ചിട്ടൊന്ന് പറയാനാണ്. കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടിയായിരിക്കും പെറ്റൂണിയ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്ര ഗ്യാപ്പ് വന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴായിട്ട് പൂക്കളും അത് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പലപ്പോഴും എനിക്ക് ചെടി പിടിച്ച് കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. വീണ്ടും എടുത്തു. മിനിയേറ്റിയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ചെടിയുടെ കമ്പ് തന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ. അതിനുശേഷം ഒരുപാട് ചെടികൾ എനിക്ക് പിടിക്കുകയും ഇവിടുന്ന് ഒരുപാട് പേര് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് ഈ ചെടി. പക്ഷെ എപ്പോഴും ഒരു സപ്പോർട്ടിങ് ഇതായിട്ട് ചേച്ചി ഉണ്ടായത് കാരണം എനിക്ക് ചേച്ചി ഈവൻ പിടിപ്പിച്ച് വരെ തന്നിട്ടുണ്ട് ചട്ടിയിൽ. അതിനുശേഷം ഞാൻ 1-2 ആഴ്ച വീട്ടിലില്ലാത്ത പക്ഷം അത് കേടായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് 2-3-4 ചട്ടികളിൽ വേഗം അതിൻ്റെ നല്ല പച്ച കളറ് കണ്ട ആ ഒരു ഭാഗം കുത്തിയിട്ടിട്ട് അതെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു ചട്ടിയിൽ പിടിപ്പിച്ചൊരു ചെടിയാണ്. അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്തായാലും ആരോഗ്യമില്ല. ആരോഗ്യം ഇല്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാനിത് സാധാരണ ഗാർഡൻ സോയിലും കുറച്ച് മണലും കൂടിയിട്ടുള്ള മിക്സിലാണ് പിടിപ്പിച്ച് വെച്ചത്. പക്ഷേ സമയത്തിന് ഞാനിത് പിടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അത് മാറ്റിയിട്ടില്ലായിരുന്നു. മാറ്റാത്തത് കാരണം അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള യോഗ ആയത് കേട്ടോ. ഇത് ജിഫി ബാഗിലും ഞാൻ വെറുതെ ഒന്ന് പിടിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണേ പിടിപ്പിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പിടിച്ച് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ഇനി എത്ര പേർക്ക് പിടിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ട് ചെയ്ത് നോക്കി. അപ്പം ജിഫിയിൽ നിന്ന് പിടിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെടികളൊക്കെ എന്തായാലും മണലോ അല്ലെങ്കിൽ കുറച്ച് ചകിരിച്ചോറിൻ്റെ ഒരു മിക്സ് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടുമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചപ്പം ഇത് പിടിച്ച് കിട്ടിയതാ. നിങ്ങളതിൻ്റെ വേരുകൾ കണ്ടോ, വളരെ നൈസായിട്ട് അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള വേരുകളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇറക്കി വെക്കരുത്. ചില ചെടികളൊക്കെ അങ്ങനെ വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികൾ നോക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അടിഭാഗം ഒന്ന് കീറി കൊടുക്കുക ജിഫീൻ്റെ. എന്നിട്ട് ആ ജിഫിയിലുള്ള ചകിരിച്ചോറ് പോക്കിയതിന് ശേഷം മാത്രം നടുക. ഇല്ലെങ്കിൽ ചിലപ്പം ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് മിക്കവാറും പെറ്റൂണിയാസ് കേടാവുക. അപ്പോൾ ഇതിൽ കണ്ട നല്ല ഭംഗിയുള്ള പൂവും വിരിഞ്ഞിട്ടുണ്ട്. ജിഫീൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താ നമുക്കറിയാം, ചകിരിച്ചോറ് മാത്രമാണ്. അപ്പം വെറും നിങ്ങൾക്ക് ജിഫി ഇല്ലെങ്കിലും വെറും ചകിരിച്ചോറിലും ഇത് വേര് പിടിച്ച് കിട്ടും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് നശിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ജിഫിയിൽ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ ശക്തമായിട്ട് ഇതായി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇന്ന് നടുകയാണെങ്കിൽ, ഇന്ന് കുത്തി പിടിപ്പിക്കുകയാണെങ്കിൽ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ചെടി പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടിരിക്കും ചെടിക്ക് വാട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഒരു 10 എണ്ണം വെച്ചാൽ ഒരു 5 എണ്ണമൊക്കെ പിടിച്ചു കിട്ടും. അപ്പം മിക്കവാറും എൻ്റേത് ഇപ്പം എല്ലാം സക്സസ്ഫുൾ ആയിട്ടിരിക്കുക. അത് അത്ര കോൺഫിഡൻസിൽ നിങ്ങളെ മുമ്പിൽ ഞാൻ വന്നിരിക്കണം കേട്ടോ. എല്ലാം തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് ചെടികൾ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ്. വേഗം തന്നെ അത് നമുക്ക് എന്താ പറയുക, ഇതൊന്നും ആരോഗ്യമില്ല കേട്ടോ. ഈ ആരോഗ്യമില്ലാത്തത് എൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് ചെടീൻ്റെ കുഴപ്പമില്ല. ചെടി വളരെ ഭംഗിയായിട്ട് എനിക്ക് പിടിച്ച് തന്നു എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് സമയത്തിന് മാറ്റാത്തത് കാരണമാണ് ചെടി ഒന്ന് ശോഷിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് നല്ല പോട്ടിംഗ് മിക്സ് നമ്മൾ ഈ ഒരു പിടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ചെടി നല്ല നിറച്ചും പൂവുണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്കത് സമയം ഉണ്ടായിരുന്നില്ല അത് മാറ്റാനൊക്കെ. ജിഫിയിൽ ഞാനിതപ്പോൾ 2 ജിഫിയിലും അതിന് മുമ്പ് ഫസ്റ്റത്തെ ഒരു ജിഫിയിൽ പിടിപ്പിച്ചിട്ട് അതിൽ പൂവ് വന്നത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, പൂവ് കാണുന്നുണ്ട്, പൂവ്. നാളെ ഇത് എന്തായാലും വിരിയും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ കൂടി ഈ ഒരു കളറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഞാനിത് പിടിപ്പിച്ചെടുത്തതെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാം. വളരെ ഈസിയാണ്. ഇതിൽ പല ക്വസ്റ്റ്യനും വരും. എന്താ വെച്ചാൽ തളിരാണോ അല്ലെങ്കിൽ മൂത്ത കമ്പുകളാണോ പിടിച്ച്. ഏറ്റവും കൂടുതൽ വേഗം പിടിക്കുന്നത് തളിര് കമ്പുകളാണ് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നത്. പക്ഷേ മൂത്ത കമ്പുകളും പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, പിടിക്കാതിരിക്കുന്നൊന്നുമില്ല. അത് ഓരോരോ കാലാവസ്ഥേൻ്റെതോ അല്ലെങ്കിൽ നമ്മൾ ആ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണോ നമ്മൾ നന കൊടുക്കുന്ന രീതിക്കൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഇത് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ വേഗം പിടിച്ച് കിട്ടുന്നത് തളിര് കമ്പുകളാണ്. അപ്പോൾ തളിര് കമ്പ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. പച്ച കളറ് കാണുക, ഈ ഒരു തറ്റം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വേഗം കുത്തിയിടാം. ഇപ്പോൾ അപ്പം തന്നെ ചെയ്യണം. നമ്മൾ കട്ട് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കരുത് നമ്മളിത് പിടിപ്പിക്കേണ്ടത്. ഒരു കഷ്ണം കമ്പ് കെട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ ഓൾറെഡി പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വെക്കുക. പോട്ടിംഗ് മിക്സ് പറയാൻ വേറെ ഒന്നുമില്ല. ഞാനിവിടെ ചെയ്യുന്നത് സാധാരണ ഗാർഡൻ സോയിൽ അല്ലെങ്കിൽ കുറച്ച് അതിൽ മണൽ കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ മണലിൽ നമുക്ക് ചെയ്യാം. അതിൽ കുറച്ച് ചകിരിച്ചോടും കൂടി മിക്സ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. വളങ്ങളൊന്നും അന്നേരം ചേർക്കേണ്ട. വേര് പിടിച്ചതിന് ശേഷം മാത്രം എന്താക്കുക, നമ്മൾ വളങ്ങൾ കൊടുക്കും.
അങ്ങനെ ഞാൻ ഓരോരോ സ്റ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ കുറച്ച് ചെറിയ കഷ്ണം കമ്പുകളാണ് ഞാൻ കുത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ 2-3 ദിവസമായിട്ടും ചെടിക്ക് വാട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ചെടി പിടിച്ച് കിട്ടുമെന്നുള്ളത്. അപ്പം കഴിയുന്നതും ഇങ്ങനത്തെ പീസുകൾ എടുക്കുക. ഇനി മൂത്ത കമ്പ് എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടിയും ചെടിക്ക് ആരോഗ്യം വരുന്നത് അല്ലെങ്കിൽ വേഗം തന്നെ പിടിച്ച് കാണുന്നത് ഇത്രയും ചെറിയ കഷ്ണം കമ്പുകൾ കുത്തിപ്പിടിപ്പിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം ഇത് ഒരു 1-2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം വേരുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവുന്നു. പക്ഷേ ഇത് കുറച്ച് അധികം സമയമായിപ്പോയി. ഞാനിത് ഷൂട്ട് ചെയ്തതും കുറച്ച് ലേറ്റായിപ്പോയി, ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ കണ്ടോ പുല്ലൊക്കെ അതിൽ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. പിടിച്ചത് മാത്രമല്ല ഇത് കുറച്ച് നീളിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ ഒരു കണക്ക് പറയാച്ചാൽ ഒരാഴ്ച കഴിയുമ്പം 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമ്മൾ പിടിച്ചെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ വേറെ നല്ലൊരു പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് കുറച്ച് ഗാർഡൻ സോയിൽ, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മണൽ, ഇത്തിരി ചകിരിച്ചോറും കൂടി കൂട്ടിയിട്ടുള്ളൊരു മിക്സിൽ നമ്മൾ അതിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കണ്ടോ, ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കും. ഇപ്പം നിങ്ങളിത് കണ്ടില്ല, വല്ലാതെ നീളിച്ച് പോയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആരോഗ്യം ചെടിക്ക് ഉണ്ടാകും. അപ്പം ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അത് ഒരുവിധം പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നീളം വരുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ നമ്മൾ നല്ലൊരു പോട്ടിലേക്ക് മാറ്റുക. അപ്പോഴാണ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുക. മറ്റിങ്ങനെ നീളമായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ആരോഗ്യമില്ലാത്ത സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കണ്ടോ, ഇത് വേറൊരു സ്റ്റേജാണ്. ചെടി കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ട് അത്യാവശ്യം പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൊരു സ്റ്റേജാണ്. ഞാൻ തൊട്ട് മുമ്പേ കാണിച്ച ആ ചെറിയ പോട്ടിൽ വെച്ചൊരു സ്റ്റേജ് ഉണ്ടല്ലോ, വല്ലാതെ നീളിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വേഗം എന്താണ് നമ്മളതിനെ മാറ്റാൻ നോക്കുക. മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചെടി ആയത് കാരണം നമ്മൾ വേരൊന്നും പൊട്ടിപ്പോകാത്ത രീതിക്ക് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് കുറേ കാലം പൂവിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ചെടിയൊക്കെ ഒന്ന് കേടായി വളരെ ഡിമ്മായിട്ടുള്ളൊരു സ്റ്റേജാണ് ഈ ഒരു ചെടിക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ മിക്കവാറും ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ ചെടിയൊക്കെ വീട്ടിലുള്ളെങ്കിൽ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിത്തെ പച്ച കാണുന്ന കട്ടിങ്സ് വേഗം തന്നെ നിങ്ങൾ ഒരു പോട്ട് എടുത്തിട്ട് പിടിപ്പിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മൾ ഇത് കേടാവുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ ഇതിനെ സേവ് ചെയ്ത് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു ചെടി പിടിച്ച് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അതൊരു വല്ലാത്തൊരു ഗ്രോത്ത് ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നതിനെക്കാട്ടി മുമ്പേ നമ്മൾ എന്താക്കുക, അവിടെ ഇവിടെയൊക്കെ കുത്തി പിടിപ്പിച്ച് വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ചെടി നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. പിന്നെ ഒരൊറ്റ കാര്യം കൂടി പറയാനായിട്ട്, നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം വേര് പിടിച്ച് കിട്ടണത് വരെ നമ്മൾ ഷെയ്ഡിൽ തന്നെ വെക്കണം. പിന്നെ നമ്മളത് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു 1-2-3 ദിവസം നമ്മൾ ഷെയ്ഡിൽ തന്നെ വെക്കുക. എന്നതിൻ്റെ ശേഷം മാത്രം നമ്മളെ വെയിലത്തേക്ക് എക്സ്പോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യം കൂടി പറയാനുണ്ടായിരുന്നുള്ളൂ. അതായത് തുടക്കക്കാർക്കും അല്ലെങ്കിൽ ഒരുപാട് തവണ ഇത് പരാജയപ്പെട്ട്, അതായത് പിടിപ്പിച്ച് കിട്ടുന്നില്ല എന്നുള്ള പരാജയപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇതായിരിക്കും. എന്താ വെച്ചാൽ ഞാനും ഒരുപാട് തവണ ഫെയിലിയറായി, പിന്നെ ഇപ്പം സക്സസ് ആയത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ എനിക്ക് ഇതായത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.